അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ സഞ്ജയ് സത്യം പറയോ അതോ ദേഷ്യപ്പെടുവോ? അത് ചോദ്യം എന്താണെന്ന് പോലെ ഇരിക്കും. അല്ല, സഞ്ജയ് അനുമോദിക്കുന്ന ചടങ്ങിന് പൂർണിമ ക്ഷണിക്കോ? ഞാൻ കുറച്ചുകൂടെ കറി എടുത്തിട്ട് വരാമേ. എന്താ ദുർഗേത്? ഇനി നീരജ്, എനിക്ക് വീണ്ടും കൊറോണ വന്നറി. ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കി, എന്തൊരു കയ്പ്. നിങ്ങക്ക് മാത്രമല്ല, എല്ലാവർക്കും അങ്ങനെ തന്നെയാ. ആണോ? അപ്പൊ എല്ലാവർക്കും കൊറോണ വന്നാ? അയ്യോ, പൃഥ്വി, ദൈവത്തെ ഓർത്ത് ഇനി നിന്റെ ഭാര്യയെ കൊണ്ട് കുക്ക് ചെയ്യിക്കരുത്. അത്രയ്ക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ, ടേസ്റ്റ് ഒക്കെ ഉണ്ട്. അതെ അതെ. എന്താ എല്ലാരും കൂടി രഹസ്യം പറയുന്നത്? എന്നെ അഭിനന്ദിക്കുകയാണെങ്കിൽ ഒച്ചത്തിൽ പറ, എന്നാലല്ലേ എനിക്ക് കേൾക്കാൻ പറ്റൂ. അയ്യോ, ഈ ചെയ്തു വെച്ചതിന് ഒന്ന് നന്നായിട്ട് അഭിനന്ദിക്കേണ്ടതുണ്ട്. കുറച്ചുകൂടെ ഒഴിക്കട്ടെ? വേണ്ട. പൂർണിമ വരുന്നുണ്ട്, അവ കൂടി ഭക്ഷണം കൊടുത്ത് അവൾ അനുഭവിക്കട്ടെ. പൂർണിമേ, വാ. പൂർണിമ വാ, ഇരിക്ക്, കഴിക്ക്. ചെറിയച്ഛൻ കഴിക്കുന്നില്ലേ? അയ്യോ, ഞാൻ കഴിച്ചോണ്ടിരിക്കയില്ലേ, പൂർണിമ ഇരിക്കട്ടെ. എന്താ എല്ലാവരുടെ മുഖം ഒരുമാതിരി ഇരിക്കുന്നേ? ആ, അത് ഉടനെ തന്നെ നിനക്ക് മനസ്സിലാവും. വിളമ്പിക്കൂട് മക്കളെ. കഴി. അയ്യോ, മോളെ, വലിയവരായ നമുക്ക് കഴിക്കാൻ പറ്റുന്നില്ല, പിന്നെയാ പാവം കുഞ്ഞു കഴിക്കുന്നെ. ഉള്ളതങ്ങ് പറയാല്ലേ, ഭക്ഷണം വായി വെക്കാൻ കൊള്ളത്തില്ല. ഓ, എന്തൊരു കയ്പ്. ഈ പറയുന്ന പോലെ മോശമൊന്നല്ല, ഞാൻ കഴിച്ചോണ്ടിരിക്കല്ലേ. ആ അതെ. എന്റെ പൊന്നു മോളെ അഷിതേ, നീ പാചകം പഠിക്കാനായിട്ട് ഞങ്ങളെ പരീക്ഷണ വസ്തു ആക്കല്ലേ പ്ലീസ്. നിങ്ങളൊക്കെ എന്തായി പറയുന്നേ? ഭക്ഷണത്തിന് അത്രയ്ക്ക് എന്താ കുഴപ്പം? ചേച്ചി തന്നെ കഴിച്ചു നോക്ക്. എങ്ങനെയുണ്ട് പൂർണിമേ? ഭക്ഷണമല്ലേ, അതുണ്ടാക്കുമ്പോ എന്നും ഒരുപോലെ ഇരിക്കണമെന്നില്ലല്ലോ. ചില ദിവസം ശരിയാവും, ചില ദിവസം ശരിയാവില്ല. ഓ, അക്ഷയ് കുക്ക് ചെയ്ത് പഠിച്ചു വരുന്നല്ലേ ഉള്ളൂ. ഇതിലെല്ലാരും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യേ. അടിപൊളി. പിന്നെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താലേ എല്ലാരും ആശുപത്രി പോയി കിടക്കും. എന്റെ പൊന്നെ, പട്ടിണി കിടന്നാലും സാരമില്ല, ഇത് ഞാൻ കഴിക്കത്തില്ല. ദൈവത്തിനാണ് കഴിക്കത്തില്ല. ഇതിനു മുമ്പ് ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നല്ലോ. അതെ, പക്ഷേ ഇന്നുണ്ടാക്കിയപ്പോ എന്തോ ശരിയാകാത്ത പോലെ. അതൊന്നുമല്ല, അത് ദുർഗ ചേച്ചി ഉണ്ടാക്കിയ ഭക്ഷണത്തിന്റെ ടേസ്റ്റ് ആയിരുന്നു. അക്ഷി വിഷമിക്കണ്ട, ഇതൊക്കെ ശരിയാവും. ആദ്യാദ്യമൊക്കെ ഇങ്ങനെയുള്ള പാളിച്ചകളൊക്കെ സ്വാഭാവികമാ, അതൊന്നും കാര്യാക്കണ്ട. ഒരു ദിവസം നീ നന്നായിട്ട് ഭക്ഷണം ഉണ്ടാക്കും, അത് ഞങ്ങൾ എല്ലാവരും ആസ്വദിച്ച് കഴിക്കുകയും ചെയ്യും. താങ്ക് യു ചേച്ചി. നമുക്കൊരു കാര്യം ചെയ്യാം, ഇന്ന് നമുക്ക് എല്ലാവർക്കും കൂടെ റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിക്കാം. അടിപൊളി, സൂപ്പർ. ആദ്യമായിട്ട് നമ്മുടെ കുടുംബത്തിൽ നിന്ന് പുറത്തു പോകുമ്പോ
നമ്മള് വീട്ടുകാർ മാത്രം പോയാ പോരെ? ഈ കുടുംബം എന്ന് പറയുമ്പോ ഈ വീട്ടിലുള്ള എല്ലാരും അതിൽ വരില്ലേ ഷി? ആ ദുർഗെ, മേനോന്റെ ആൾക്കാരെ പിടിക്കാൻ പോകാനൊരു അവസരം അക്ഷിതായിട്ട് ഉണ്ടാക്കി തന്നതാ. വിട്ടുകളയരുത്. അത് ശരിയാ. പൂർണിമേച്ചി, വാശി പിടിക്കണ്ട. നിങ്ങൾ എല്ലാരും കൂടി പോയിട്ട് വാ, ഞങ്ങൾ വരുന്നില്ല. ഞങ്ങളിവിടെ ഭക്ഷണം ഉണ്ടാക്കി കഴിച്ചോളാം. ശരി, എന്നാ ഞങ്ങൾ പോയിട്ട് വരാം. നമുക്കെന്നാ പോവാം. വാ. വാ. സഞ്ജയെ കുറിച്ച് ഓർക്കുമ്പോ എനിക്ക് അഭിമാനം തോന്നുന്നു. ഇങ്ങനൊരു അവാർഡ് മേടിക്കാന്ന് പറഞ്ഞാ നിസ്സാര കാര്യല്ലല്ലോ. അവാർഡിന് വേണ്ടി ഞാനൊന്നും ചെയ്തിട്ടില്ല. നമ്മൾ ചെയ്യേണ്ട കാര്യം 100% ആത്മാർത്ഥമായി ചെയ്താൽ ഈശ്വരൻ തന്നെ നമുക്ക് അതിനുള്ള പ്രതിഫലം നൽകും. കൊള്ളാലോ, തത്വമൊക്കെ പറയുന്നുണ്ടല്ലോ. എന്തായാലും കടം വീട്ടാനാണെങ്കിലും എന്റെ ചാനലിൽ ജോയിൻ ചെയ്തല്ലോ, അതിന് ഞാൻ നല്ല പ്രതിഫലം തരും. അല്ല, ഞാനൊരു കാര്യം ചോദിച്ചാൽ സഞ്ജയ് സത്യം പറയോ അതോ ദേഷ്യപ്പെടുവോ? അത് ചോദ്യം എന്താണെന്ന് പോലെ ഇരിക്കും. അല്ല, സഞ്ജയെ അനുമോദിക്കുന്ന ചടങ്ങിന് പൂർണിമ ക്ഷണിക്കോ? സഞ്ജയ്ക്ക് ഇത്രയും വലിയ ആദരം കിട്ടുന്ന വേദിയിൽ ഭാര്യ ഇല്ലാതിരുന്നാൽ അതെങ്ങനെ ശരിയാകുന്നേ? അതറിയാൻ വേണ്ടി ചോദിച്ചതാ. എന്തിനാ ഈ വേണ്ടാത്ത സംസാരം? ഭക്ഷണം കഴിക്കാനല്ലേ വന്നത്, അത് ചെയ്യേ. കഴിച്ചിട്ട് എനിക്ക് വേഗം പോകണം, കുറച്ച് അത്യാവശ്യ ജോലികളുണ്ട്. സഞ്ജയ് എന്തിനാ ദേഷ്യപ്പെടുന്നേ? ഞാൻ തെറ്റായി ഒന്നും ചോദിച്ചില്ലല്ലോ. സഞ്ജയ് പൂർണിമയെ ഇപ്പോഴും സ്നേഹിക്കുന്നുണ്ടെന്ന് എനിക്ക് നന്നായിട്ടറിയാം. തര പ്ലീസ്, ഇനി ഇത് തന്നെ പറയാതെ. പൂർണിമ അവളുടെ കാര്യങ്ങൾ നോക്കി മുന്നോട്ട് വന്നു, അതുപോലെ ഞാനും. ഓക്കെ, വിട് സഞ്ജയ്. ഇപ്പൊ ഇവിടെ നമ്മൾ മാത്രമല്ലേ ഉള്ളൂ, പിന്നെന്താ? സഞ്ജയുടെ ടെൻഷൻ കണ്ടാ പൂർണിമ ഇവിടെ ഉള്ളതുപോലെ തോന്നുമല്ലോ.